ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 9 വിശുദ്ധ മറിയം. യേശുവിന്റെ കുരിശുമരണത്തിനും പുനരുദ്ധാനത്തിനും സാക്ഷ്യം വഹിച്ച വിശുദ്ധയാണ് വിശുദ്ധ മറിയം. യേശുവിന്റെ മാതൃ സഹോദരി എന്നാണ് ബൈബിളിൽ മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. യേശുവിന്റെ മരണത്തിന് സാക്ഷികളായ 3 മറിയത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. 1 പരിശുദ്ധ കന്യകാമറിയം, 2 മഗ്ദലന മറിയം, 3 ക്ലെയോഫാസിന്റെ ഭാര്യയും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയം. യാക്കോബിന്റെ അമ്മയും ക്ലെയോഫാസിന്റെ ഭാര്യയുമായ മറിയത്തിന്റെ ഓർമ്മ ദിവസമാണ് ഏപ്രിൽ 9 ആചരിക്കുന്നത്. ബൈബിളിൽ യേശുവിന്റെ കുരിശുമരണം വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ക്ലെയോഫാസിന്റെ ഭാര്യയായ മറിയത്തെ പറ്റി പറയുന്നുണ്ട്. ഈശോയുടെ കുരിശിന്റെ സമീപം അവിടുത്തെ അമ്മയും മാതൃ സഹോദരിയും ക്ലെയോഫാസിന്റെ ഭാര്യയും ആയ മറിയവും മഗ്ദലന മറിയവും നിന്നിരുന്നു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് കുറെ സ്ത്രീകളും ദൂരെ നിന്നിരുന്നു. ആ കൂട്ടത്തിൽ മഗ്ദലന മറിയവും ചെറിയ യാക്കോബിന്റെയും യോസേയുടെയും അമ്മയായ മറിയവും ശലോമിയും ഉണ്ടായിരുന്നു. ഗലീലി മുതൽ ഈശോയെ പിന്തുടർന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒട്ടേറെ ഭക്തസ്ത്രീകൾ ഇവയെല്ലാം നോക്കി കണ്ടുകൊണ്ട് അകലെ മാറി നിന്നിരുന്നു. അവരിൽ മഗ്ദലന മറിയവും യാക്കോബിന്റെയും യോസേപ്പിന്റെയും അമ്മയായ മറിയവും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും ശലോമിയും അവിടുത്തെ മൃതശരീരം പൂശേണ്ടതിന് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. പിന്നീട് യേശുവിനെ അടക്കിയിരുന്ന കല്ലറയിൽ ഇവർ എത്തിയപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നതായും അതിൽ യേശുവിന്റെ ശരീരം ഇല്ലാതിരുന്നതായും കാണപ്പെട്ടു. ഈശോ മിശിഹായുടെ ഉയർപ്പിന് ആദ്യ സാക്ഷികളായവരിൽ ഈ മറിയവും ഉണ്ടായിരുന്നുവെന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. യേശുവിന്റെ അമ്മയായ കന്യകാമറിയവുമായി ഈ മറിയത്തിനുള്ള ബന്ധത്തെപ്പറ്റി പല തർക്കങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. യേശുവിന്റെ മാതൃ സഹോദരിയാണ് ക്ലെയോഫാസിന്റെ ഭാര്യയായ മറിയമെന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നു. യോസേപ്പ് പിതാവിന്റെ സഹോദരനായിരുന്നു ക്ലെയോഫാസ് എന്ന് ചില രേഖകളിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ എന്ന അർത്ഥത്തിലാവും കന്യകാമറിയത്തിന്റെ സഹോദരി എന്ന് മറിയത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് കരുതണം. യേശുവിന്റെ മരണശേഷം മറിയം സ്പെയിനിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോകുകയും ഒട്ടേറെ പേരെ യേശുവിന്റെ അനുയായികളായി മാറ്റുകയും ചെയ്തു. സ്പെയിനിൽ വെച്ച് തന്നെ മറിയം മരിച്ചു. യേശുവിനെയും തന്റെ മക്കളായ ഔസേപ്പ്, യാക്കോബ് തുടങ്ങിയവരെയും മടിയിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ മറിയത്തിന്റെ ചിത്രം വളരെ പ്രശസ്തമാണ്. ഇന്നീ ദിവസം നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.